അസ്സലാമു എല്ലാവർക്കും റംസാനിനോടനുബന്ധിച്ചുള്ള കുറച്ച് സ്പെഷ്യൽ ടിപ്സാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്ന് ഞാൻ ആദ്യമേ കാണിക്കുന്നത് പഞ്ചസാര. നമുക്ക് പഞ്ചസാര എപ്പോഴും വേണ്ടി വരും ജ്യൂസിനൊക്കെ. അതുകൊണ്ട് കുറച്ച് പഞ്ചസാര എടുത്ത് പൊടിച്ച് അത് ഉറുമ്പൊന്നും കയറാത്ത ഒരു ടിന്നിൽ അടച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ജ്യൂസിനൊക്കെ എപ്പോഴും പൊടിച്ചെടുക്കേണ്ട കാര്യമില്ല. അതിൽ നിന്ന് എടുക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ കാണിക്കുന്നത് വെളുത്തുള്ളിയും ഇഞ്ചിയും തൊലി കളഞ്ഞ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുവാണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം വേണ്ടി വരുമ്പം നമുക്ക് എടുക്കാവുന്നതാണ്. വെളിയിൽ വെച്ചാൽ അത് കേടുവരും. ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് 2-3 ദിവസത്തേക്കുള്ള മാവൊക്കെ അരച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ എപ്പോഴും അരയ്ക്കേണ്ട കാര്യമില്ല. വേണ്ടി വരുമ്പോൾ എടുത്താൽ മതി. അടുത്തത് തേങ്ങ നമുക്ക് എപ്പോഴും വേണ്ടി വരുന്നതാണ്. തേങ്ങ കുറച്ച് ചിരണ്ടി ഫ്രീസറിൽ സൂക്ഷിക്കുകയാണ്. ആവശ്യം വരുമ്പോൾ നമുക്ക് അവിടെ നിന്ന് എടുത്താൽ മതി. അടുത്തത് കുരുമുളകാണ്. കുരുമുളക് ഇത് വീട്ടിൽ തന്നെ കഴുകി ഉണക്കിയെടുത്തതാണ്. കുറച്ച് കുരുമുളക് എടുത്ത് ചൂടാക്കി പൊടിച്ചെടുത്താണ്. അതിൻ്റെ ചൂട് മാറി കഴിയുമ്പോഴത്തേക്കും ഒരു ബോട്ടിലാക്കി അടച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് കുരുമുളകൊക്കെ എപ്പോഴും വേണ്ടി വരുന്നതാണ്. അതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ളത് എടുക്കാം. അടുത്തത് ഗരം മസാലയാണ്. ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്താണ്. അതും ഇതുപോലെ ചൂടാക്കി പൊടിച്ചെടുത്തതാണ്. അതും ആറി കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ബോട്ടിലാക്കി വെക്കാവുന്നതാണ്. ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാൻ. ഇറച്ചിക്കൊക്കെ വേണ്ടി എപ്പോഴും വരുന്നതല്ലേ. പിന്നെ അടുത്തത് ജ്യൂസിന് നമുക്ക് ആവശ്യത്തിനുള്ള ക്യാരറ്റ് എപ്പോഴും തൊലി കളയേണ്ട കാര്യമില്ല. കുറച്ച് തൊലി കളഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെള്ളത്തിൽ തന്നെ വെക്കണം. വെള്ളത്തിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പം എടുത്ത് ജ്യൂസ് അടിക്കാനൊക്കെ എടുക്കാം. അതുപോലെ തന്നെ മുന്തിരിയും തിളപ്പിച്ച് എടുത്ത മുന്തിരിയാണ്. മുന്തിരിയും ആറിക്കഴിയുമ്പോഴത്തേക്കും മിക്സിയുടെ ജാറിലടിച്ച് നല്ലപോലെ അരിച്ച് ഒരു ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഒത്തിരി വെള്ളം ചേർക്കാതെ. നമുക്ക് വേണ്ടി വരുമ്പം കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് ആവശ്യത്തിനുള്ള പഞ്ചസാര പൊടിച്ചുകൊണ്ട് മധുരവും ചേർത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ പെട്ടെന്ന് ഉള്ള ടിപ്സുകളാണ്. കുറച്ച് മാത്രമാണ് ഞാനിപ്പം കാണിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.